ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഹെസ്കേൽ പ്രവചനം 31 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യം. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. യേശുവിനെ ആഴമായ ഭക്തിയോടുകൂടെ ആദ്യ അവസാനം അനുഗമിച്ച ഒരു ശിഷ്യയായിരുന്നു മഗ്ദലന മറിയം. തിബരിയാസിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ വടക്കുള്ള മഗ്ദല എന്ന പട്ടണമായിരുന്നു ഈ മറിയയുടെ സ്വദേശം. മത്സ്യബന്ധനത്തിനും അവ ഉപ്പിട്ട് ഉണക്കി വ്യാപാരം നടത്തുന്നതിനും പേരുകേട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു മഗ്ദല. ഇവിടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കുരിശു യുദ്ധകാലം വരെ ക്രൈസ്തവ തീർത്ഥാടകർ മഗ്ദല എന്ന സ്ഥലം സന്ദർശിച്ചിരുന്നതായിട്ടും കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്ന് ശൂന്യമായി കിടക്കുന്ന ഒരു പട്ടണമാണ് മഗ്ദല. മഗ്ദലയിലെ മറിയയെക്കുറിച്ച് 4 സുവിശേഷങ്ങളും പരാമർശിക്കുന്നു. 7 ഭൂതങ്ങൾ അവളെ ബാധിച്ചിരുന്നു എന്നും യേശു അവളെ സൗഖ്യമാക്കിയതായും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ പകൽക്കാലത്തിൽ മഗ്ദലക്കാരത്തി മറിയയുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, സൗഖ്യം അവളെ സാക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. മറിയയിലെ ഭൂതോപദ്രവത്തെ യേശു കർത്താവ് ശാസിച്ചതായും അതിലൂടെ മറിയയ്ക്ക് സൗഖ്യം ലഭിച്ചതായും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 7 ഭൂതങ്ങൾ എന്നതിന് മറ്റൊരു വിവരണവും കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ചിലപ്പോൾ അത് 7 തരത്തിലെ രോഗലക്ഷണങ്ങൾ ആയിരിക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ യേശുവിനരികിലേക്കുള്ള മറിയയുടെ യാത്ര അവൾക്ക് സൗഖ്യം നൽകിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സൗഖ്യം ലഭിച്ച ശേഷം മറിയ കർത്താവിൻ്റെ ഒരു വിശ്വസ്ത സാക്ഷിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, തൻ്റെ സമ്പത്തും തൻ്റെ നിക്ഷേപങ്ങളും തനിക്കുള്ളവയെല്ലാം കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും ശുശ്രൂഷയ്ക്കായി അവൾ വിനിയോഗിക്കുകയും ചെയ്യുന്നു. ശരിയായ സമർപ്പണത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും അടയാളവുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ. അത് മറ്റുള്ളവർക്കായും ദൈവനാമ മഹത്വത്തിനായും ചെലവിടുക എന്നത്. അപ്രകാരം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യേശുവിൻ്റെ വിശ്വസ്ത സാക്ഷിയായിട്ട് മാറുവാൻ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് സാധിച്ചു. അതുപോലെ ദൈവം നമുക്കും നൽകുന്ന നന്മകൾക്ക് നാമും ദൈവസന്നിധിയിൽ നന്ദി പറയേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ പകൽക്കാലത്തിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന. രണ്ടാമതായിട്ട്, യേശുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും സാക്ഷ്യം വഹിക്കുന്ന മറിയ. യേശു ഗലീലയിലെ പ്രവർത്തനത്തിനു ശേഷം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ തനിക്ക് പീഡാനുഭവവും ക്രൂശ് മരണവുമാണ് നേരിടേണ്ടി വന്നത്. ഈ യാത്രയിൽ ശിഷ്യന്മാരോടൊപ്പം സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ മുൻനിരയിൽ തന്നെ മഗ്ദലക്കാരത്തി മറിയയും ഉണ്ടായിരുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്ത് ന്യായവിസ്താരം നടത്തുവാനായിട്ട് തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഭയന്ന് മാറിപ്പോകുന്നു. എന്നാൽ സമൂഹം അബലകളെന്ന മുദ്ര കുത്തുന്ന സ്ത്രീ ശിഷ്യകൾ കാൽവറി ക്രൂശോളം യേശു കർത്താവിനെ പിൻഗമിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്നും വായിക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, കർത്താവിൻ്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയും സംസ്കരിക്കുമ്പോഴും മഗ്ദലക്കാരത്തി മറിയയുടെ സാന്നിധ്യം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നതും മഗ്ദലക്കാരത്തി മറിയ തന്നെ. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, അവിടെ നിന്നും ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണുവാൻ, ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കുവാൻ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് സാധിച്ചു. തുടർന്ന് യേശു കർത്താവിൻ്റെ മറിയെ എന്ന വിളിക്ക് റബ്ബൂനി എന്ന മറുപടി പറയുവാൻ മറിയയെ സഹായിച്ചത് അവളുടെ ജീവിതത്തിലെ സൗഖ്യവും അതിലുപരി അവളുടെ സാക്ഷ്യ ജീവിതവുമാണ്. പ്രിയമുള്ളവരെ, മഗ്ദലക്കാരത്തി മറിയയെപ്പോലെ നമുക്കും റബ്ബൂനി അഥവാ എൻ്റെ ഗുരുവേ എന്ന് പറയുവാൻ ആകണം.
അതിന് നമ്മുടെ സാക്ഷ്യ ജീവിതം നമ്മെ തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മറിയയെ പോലെ അങ്ങയെ അനുഗമിക്കുവാനും സാക്ഷ്യ ജീവിതം നയിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ.